സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ രക്തബാങ്കിൽ പ്രതിമാസം 12 ക്യാമ്പെങ്കിലും നടത്തുന്നുണ്ട്. ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്ന നമുക്ക് മ്യൂച്വലി ആക്സെപ്റ്റബിൾ, നമ്മൾ രണ്ട് കൂട്ടർക്കും ക്യാമ്പ് സംഘടിപ്പിക്കുന്നവർക്ക് ഞങ്ങൾക്കും കൂടെയുള്ള സൗകര്യമുള്ളൊരു ദിവസം, സൗകര്യമുള്ള സ്ഥലം കിട്ടിയാൽ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാം. സാധാരണ ക്യാമ്പിൽ നിന്നും ഒരു 40 ഡൊണേഷൻ എടുക്കാറുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാൻ. ഏത് സർക്കാർ പള്ളിക്കൂടത്തിലും നമുക്ക് വൃത്തിയായിട്ട് ശുചിത്വമുള്ള ഒരു സന്ദർഭത്തിൽ നടത്താനൊരു ബുദ്ധിമുട്ടുമില്ല. സാധാരണ ഡൊണേഷന് ഉപയോഗിക്കുന്ന ഡോണർ ചെയർ ഞങ്ങൾ 2 ഡെസ്ക് കൂട്ടിക്കെട്ടിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡോണർ റെസ്റ്റിങ്ങിന് ബെഞ്ച് കൂട്ടിക്കെട്ടിയിട്ടാണ് വയ്ക്കാറുള്ളത്. പിന്നെ സാധാരണ കസേരയും മേശയും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കാം. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ ചില IT കമ്പനിയിലും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ എയർ കണ്ടീഷൻഡ് ഹാളും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മളൊരു വെള്ളവും വെളിച്ചവും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഒരു ക്യാമ്പിൽ രക്തദാതാവാണ്. രക്തദാതാവിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തണം. രക്തദാനം ചെയ്യുന്ന സ്ഥലത്ത് നല്ല ഫാൻ വേണം. വായു ലഭ്യത വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ രക്തദാനത്തിന് ശേഷം രക്തദാതാവ് വിശ്രമിക്കുന്ന സ്ഥലത്തും നല്ല കൺവീനിയൻസ് വേണം. ബാക്കി കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടില്ല. രക്തം ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ വാൻ നമുക്കുണ്ട്. അത് 2 ടെമ്പറേച്ചറിലാണ് സൂക്ഷിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സ് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ബ്ലഡ് അവസാനമാണ് എടുക്കുന്നത്. അവസാനം എടുക്കുന്ന 20 യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കാനും ആദ്യം എടുക്കുന്ന 20 യൂണിറ്റ് റെഡ് സെൽ കോൺസെൻട്രേറ്റ് പ്ലാസ്മ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 4 മണിക്കൂറിനും 6 മണിക്കൂറിനും ഇടയ്ക്ക് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ളത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വാൻ ഇവിടെ ബ്ലഡ് ബാങ്കിൽ എത്താനുള്ള താമസവും കൂടെ കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വാനിൽ തന്നെ 2 to 6 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. 20 to 24 ഡിഗ്രി സെൻറ്റിഗ്രേഡ് സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. രക്തദാതാക്കൾ രക്തദാനത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, രക്തദാനത്തിൽ വളരെ ചുരുക്കം റിയാക്ഷൻസ് ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ തലേദിവസം ഉറങ്ങാത്ത രക്തദാനത്തിൽ വരുന്ന ആൾക്കാർ, സെക്യൂരിറ്റി ജോലിയോ അല്ലെങ്കിൽ മറ്റ് ജോലികളോ വല്ല അമ്പലത്തിനും ഒക്കെ സൗകര്യങ്ങൾ ചെയ്ത് അങ്ങനെ നടന്ന് രാത്രി ഉറങ്ങാൻ ഒരു 4 മണിക്കൂറെങ്കിലും സുഖമായിട്ട് ഉറങ്ങിയിരിക്കണം. രണ്ടാമത് സാധാരണ വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരും, വേറൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മൂന്നാമത് വരുന്ന ഫസ്റ്റ് ടൈം ഡോണേഴ്സിന് എല്ലാവർക്കും ഒരു ഭയം കാണും. അതിന് ശേഷമാണ് ഭയം ഇല്ലാതാകുന്നത്. അത് ഫസ്റ്റ് ടൈം ഡോണേഴ്സിന് വന്ന് കാണാറുണ്ട്. നാലാമത്തത് ഫീമെയിൽ ഡോണേഴ്സിനാണ്. ഫീമെയിൽ ഡോണേഴ്സ് നമ്മൾ സാധാരണ ഒരു കൂട്ടുകാരുടെ ഇഫക്റ്റ് എന്ന് പറയും. നമ്മൾ സെയിൻറ്റ് സേവിയേഴ്സ് കോളേജുകാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് രക്തദാനം ചെയ്തിട്ടുള്ള കുട്ടികൾ. ആ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെ വെയിറ്റ്, ഞങ്ങൾ ക്യാമ്പിൽ 50 കിലോ എടുക്കുന്നത്, അവർ നിർബന്ധിച്ച് വരും 49 കിലോ ഉള്ള. ഡോക്ടറുടെ ലീഫ്ലെറ്റിൽ 45 കിലോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് 49 കിലോ? അങ്ങനെ നിർബന്ധിച്ച് പിയർ പ്രഷർ കൊണ്ട് വന്നെടുത്താലും ഈ പറഞ്ഞ തൊട്ട് ഈ കുട്ടികൾക്ക് ഈ നേരത്തെ ഉള്ള ഫാക്ടർ കാണും. എല്ലാവരും മെലിയാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും വരാറുണ്ട്. സാധാരണ വരുന്ന പ്രശ്നം തലകറക്കവും വരും. വെറുതെ ഫ്ലാറ്റായിട്ട് നിലത്ത് കിടന്നാൽ തന്നെ ആ തലകറക്കം മാറും. ഒരു മരുന്നും ഇതുവരെയും കൊടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം 1000 ക്യാമ്പുകളോളം നടത്തിയിട്ടുണ്ട്. ടു ബി എക്സാക്ട് 926 ക്യാമ്പ് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു മേജർ റിയാക്ഷൻ എന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഒരു 10 or 60 സന്ദർഭങ്ങളിൽ, ഈ 900 സിസ്റ്റം ക്യാമ്പ് നടത്തിയതിൽ 10 or 60 സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ആ വോളിയം റീപ്ലേസ് ചെയ്യാനായിട്ടാണ്. തലകറക്കം ഈ ഫ്ലാറ്റായിട്ട് കിടത്തി ഒരു 15 മിനിറ്റ് വാച്ച് ചെയ്തതിന് ശേഷവും കുട്ടി എഴുന്നേറ്റിരിക്കുമ്പോൾ പിന്നെയും തലകറങ്ങുവാണെങ്കിൽ ആ വോളിയം റീപ്ലേസ് ചെയ്യാനായിട്ട് 1 യൂണിറ്റ് നോർമൽ സെലൈൻ കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. പിന്നെ സിവിയർ റിയാക്ഷൻ വരുന്നത് വളരെ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ സിവിയർ റിയാക്ഷൻ വന്നിട്ടുണ്ട്. സിവിയർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധക്ഷയം വരെ വന്ന 2 ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷെ അതും ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, നമുക്ക് റിവൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഈ ഇത്രയും ക്യാമ്പുകൾ നടത്തിയിട്ട്
ഞങ്ങൾക്ക് വന്നിട്ടില്ല, ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ഒരു കേസും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ആൾക്കാരുടെ ഭയം വളരെ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക്. കാരണം എല്ലാവരും ഇപ്പം സ്വമേധയാ രക്തദാനം, ഇവിടെ തന്നെ ഞങ്ങൾക്കൊരു 10-20 പേര് റെഗുലറായിട്ട് വന്ന് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. റെഗുലറായിട്ട് വന്ന് ഡൊണേറ്റ് 100 ദിവസം കൂടുമ്പോൾ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, പലരും ഉണ്ട്. ബിക്കോസ് രക്തദാനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് പല അസുഖങ്ങളിൽ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് രക്തദാനം കൊണ്ട് സാധിക്കും. ഒരു ബ്ലഡ് ബാങ്കർ എന്നുള്ള നിലയ്ക്ക് പറയുക, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ അയണിൻ്റെ അളവ്, അയൺ നമുക്കൊരു എല്ലാവരും അയൺ ടോണിക്കിന് പുറകെ പോകുമെങ്കിലും അയൺ നമുക്കൊരു ശല്യം ചെയ്യുന്നൊരു ഘടകമാണ്. അയണിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അതുകൊണ്ട് രക്തദാനം വഴി നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് ഡിസീസ് ഇതിനെല്ലാത്തിനും ഒരു പരിധി വരെ സഹായകരമായ ഒരു കാര്യമാണ്. വരാതിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കക്ഷികളുടെ ആരുടെയും ബ്ലഡ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് വരാതിരിക്കാൻ, ഇതിന് കൂടുതൽ സാധ്യതയുള്ളവർ വരാതിരിക്കാനായിട്ട് ഒരു സപ്പോർട്ടീവ് മെഷറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രക്തദാനത്തിന് എടുക്കാം. ഈ കാര്യം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിൾ ഞങ്ങളെല്ലാവരും വളരെ വിലമതിക്കുന്ന ലാൻസെറ്റ് എന്ന ജേർണലിൽ വന്നിരുന്നു. അതിന് ശേഷം പല സബ്സിക്വൻറ്റ് സ്റ്റഡീസും വന്നിട്ടുണ്ട്. നമ്മളെ പ്രൊട്ടക്റ്റീവ് ഇഫക്ട്സ് ഓഫ് ബ്ലഡ് ഡൊണേഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.